ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ തളരില്ലാന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി എനിക്ക്. ശരി മുത്തശ്ശി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിയൽ ഫൈറ്റാ. പ്രിയങ്ക ഇവിടെ നിന്ന് ഇറക്കാനും രാധികയെ തിരിച്ചു കൊണ്ടുവരാനും. എന്തായി ആലോചിച്ചിരിക്കുന്നെ? ഓ, കാമുകി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാവും. കാമുകിയല്ലടി, അവൾ എന്റെ ഭാര്യ. അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് വിഷമമുണ്ടാവും. എന്റെ വരുൺ, ഇന്നലെ വരെ മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലേ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കും. ഇനി രാധിക കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. ഞാൻ വരുത്തില്ല. എന്റെയും രാധികയുടെയും പ്രണയം സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രിയങ്ക. എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അപ്പോ അവളെ കൊന്നാലും കുഴപ്പമില്ലല്ലോ. കുറെ കാലങ്ങൾക്ക് മുൻപ് ആറ്റുവാശ്ശേരിയിലേക്ക് അർഹതയില്ലാതെ വന്നു കയറിയ ഒരു വിഷവിത്ത അതാ കുടുംബത്തിൽ നിന്നും പറിച്ചു കളയണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ട മുത്തശ്ശിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ അത് ചെയ്യും. അവിടുന്ന് കൂടി പുറത്തിറക്കിയ അന്വേഷണം നടക്കേണ്ടി വരില്ല. എവിടെയെങ്കിലും ചത്ത് കിടക്കുന്ന വിവരം ആളുകൾ പറഞ്ഞു തരും. അല്ല, വരുൺ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദേ, ഇപ്പൊ മുതൽ ആ രാധിക എന്ന് പറഞ്ഞവളെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിടയിൽ നടന്നതൊക്കെ ഞാനും മറക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. നാണമില്ലടി നിനക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുത്തിയാണല്ലോ നീ. നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, അതിന്റെ സത്യസന്ധത എന്താണെന്ന് അറിയില്ല. നിനക്ക് പണത്തിന്റെ കണക്ക് മാത്രമേ അറിയൂ. നിനക്ക് ആഘോഷിക്കാൻ പണം വേണം, ആഹ്ലാദിക്കാൻ പ്രതാപം വേണം. പക്ഷേ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാൻ എന്റെ രാധികയെ സ്വന്തമാക്കിയിരിക്കും. ഇല്ല വരുൺ, വരുണിന് ഞാൻ അവളെ തരില്ല. അതിനു മുൻപേ ഞാൻ അവളെ കൊല്ലും. വരണേ, മാറി നിക്ക്. അല്ല, ഇവള് പറയുന്നത് കേട്ടില്ല മുത്തശ്ശി. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. മോനെ, നീ ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്? പ്രിയങ്ക, നീ അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഇവിടുന്ന് എവിടെയെങ്കിലും പോവാൻ തോന്നുന്നു മുത്തശ്ശി. അതെന്തിന്? ഇത് നിന്റെ വീടാ. അവളോട് ദേഷ്യപ്പെട്ട് നീയല്ല ഇവിടുന്ന് ഇറങ്ങേണ്ടത്, അടിച്ചിറക്കേണ്ടത് അവളെയാ. എടാ, അവൾ ഇത്രയും കാലം ശ്രമിച്ചതും നടപ്പാക്കിയതും നിന്റെ ജീവിതത്തിൽ നിന്നും രാധികയെ പുറത്താക്കുകയെന്നതാ. ഇനി മുതൽ അവളുടെ തന്ത്രം നമുക്കും തിരിച്ചു പ്രയോഗിക്കാം. നിന്റെ ജീവിതത്തിൽ നിന്നും അവൾ ഇറങ്ങിപ്പോവാൻ എന്താ മാർഗമെന്ന് നമുക്ക് നോക്കാടാ. കഷ്ടപ്പെടണം, ഒരുപാട് കഷ്ടപ്പെട്ടാലേ നിന്റെ പെണ്ണ് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരൂ. മുത്തശ്ശി കൂടെ ഉണ്ടടാ. നീ തളരില്ലാന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി എനിക്ക്. ശരി മുത്തശ്ശി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിയൽ ഫൈറ്റാ. പ്രിയങ്ക ഇവിടെ നിന്ന് ഇറക്കാനും രാധികയെ തിരിച്ചു കൊണ്ടുവരാനും. എടീ, എന്തിനാണ് ഈ മോങ്ങിക്കൊണ്ടിരിക്കുന്നേ? നിന്റെ അച്ഛൻ ചത്തോ? നിന്നെ വളർത്തി വലുതാക്കി നീ അച്ഛനെന്ന് വിളിക്കുന്ന ദേവനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. നിന്നെ സൃഷ്ടിച്ചവനെ ഏതോ ഒരിടത്ത് കഴിയുന്നുണ്ടല്ലോ, അവനെ കുറിച്ചാ.
ചെയ്യാവുന്ന വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് നീ ഇവിടേക്ക് കയറി വന്നത് സുഖിക്കാനാണോ? എഴുന്നേക്കടി. അടുക്കളപ്പണിയൊക്കെ തമ്പുരാട്ടി മാറുന്നോ ആവോ? ഓ ആ, കണിമംഗലത്ത് ഇവളുടെ ജീവിതം തമ്പുരാട്ടിയായിട്ടാണല്ലോ. അപ്പൊ ഇനി അടുക്കളപ്പണിയൊന്നും അങ്ങോട്ട് വഴങ്ങത്തില്ലായിരിക്കും അല്ലേ യശോദേ? ദേ, മര്യാദയ്ക്ക് ഇവളോട് പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ പറ. ആ കൂലിയെങ്കിലും കുടുംബത്തിന് കിട്ടിക്കോട്ടെ. വളർത്തിയതിനും തീറ്റ കൊടുത്തതിനും. മോളെ ഇങ്ങോട്ട് വാ. മോളെ അങ്ങ് അടുക്കളയിലോട്ട് ചെന്നാ മതി. ഓടി. അവളൊരു തമ്പുരാട്ടി വന്നേക്കുന്നു. അവള് തമ്പുരാട്ടി ചമഞ്ഞിരിക്കുന്നത് അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കുടുംബത്തെ എന്നെ കൊണ്ടോ അമ്മയെ കൊണ്ടോ അവൾ എന്തെങ്കിലും ഒരു പണി ചെയ്യിച്ചിട്ടുണ്ടോ? മാട് പോലെ അവള് കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ലേ അമ്മേ? വെച്ച് വിളമ്പി തന്നിട്ടില്ലേ? നന്ദി കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നന്ദികേട് കാണിക്കരുത്. സംരക്ഷിക്ക് സംരക്ഷിക്ക്. എത്ര സംരക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആളുകളുടെ മുമ്പിൽ ഇത് മറച്ചു വെച്ചാലും ഒരു ദിവസം ഈ വാൾ അവളുടെ നെഞ്ചിൽ കേറും. മോളെ, ഒരു കാരണം കിട്ടിയതിന്റെ ആഘോഷത്തിലാ മുത്തശ്ശി. മുത്തശ്ശിയിൽ നിന്ന് ഒരു നല്ല വാക്ക് നീ പ്രതീക്ഷിക്കരുത്. തൽക്കാലം മോളത് വിട്ടുകള. അച്ഛൻ പൂജ കഴിഞ്ഞെത്താൻ സമയമായി. അച്ഛനെത്തുമ്പോഴേക്കും അച്ഛൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ മോളുടെ കൈകൊണ്ട് ഉണ്ടാക്കി വെക്കണം. കുറെ ദിവസമായി അച്ഛൻ പറയുന്നു, രാധിക മോളുടെ കൈപുണ്യം, രാധിക മോളുടെ കൈപുണ്യം എന്ന്. ഇന്ന് അച്ഛനത് അറിയട്ടെ. ശരിയമ്മ, ഞാൻ ചെയ്തോളാം. അമ്മയുണ്ട് കൂട്ടിന്. തനിച്ചിരുന്ന് ചിന്തിച്ചു തുടങ്ങിയ കരയാൻ മാത്രമേ മോക്ക് പറ്റൂ. ഇതാവുമ്പോ കുറച്ചെങ്കിലും മോക്ക് മറക്കാൻ എളുപ്പം. മനസ്സിലായോ? മനസ്സിലായി. സ്വയം ചാവാനാണോ ഇനി ആരെങ്കിലും എന്നെ കൊല്ലാനാണോ എന്റെ വിധിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനു മുൻപ് അച്ഛൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.